ആളുകൾ കാല് പിടിക്കാൻ വരുമ്പോഴാട്ടോ എനിക്ക് പ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ നിങ്ങൾ കളവനാക്കരുതേ ഗായ്സ്. എന്റെ വാക്കുകളല്ല, സാക്ഷാൽ MSTയുടെ വാക്കുകളാണ്. ഒരുപാട് ആരാധകരല്ല, ഹേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട്: ഞാൻ നിർത്തി, ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിലും ഞാൻ തുടരുന്നില്ല എന്നുള്ളത്. പക്ഷെ ആ ഒരു പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. MS ധോണിക്ക് എന്നും ഒരൊറ്റ വാക്കേ ഉള്ളൂ: ഡെഫിനറ്റ്ലി നോട്ട്. അതെ, അയാൾ തുടരും. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് CSKയുടെ ഓരോ മത്സരങ്ങൾ കഴിഞ്ഞും ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ഉത്തരം MST അടുത്ത സീസണിൽ ഉണ്ടാവുമോ, അതോ ഇത് ഏറ്റവും അവസാന മത്സരമായിരിക്കുമോ എന്നുള്ളത്. കൃത്യം MST സ്റ്റൈൽ മറുപടി അദ്ദേഹം ഇന്നലെയും കൊടുത്തു: ഇനിയും എനിക്ക് ഈ തീരുമാനങ്ങൾ തീരുമാനിക്കാൻ 4-5 മാസം സമയമുണ്ട്. ആദ്യം ഒരു ബ്രേക്ക് എടുക്കണം, റാഞ്ചിയിലൂടെ ഒരു ബൈക്ക് റൈഡ് നടത്തണം, തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങണം. പക്ഷെ തിരികെ വരൂന്ന് ഉറപ്പ് നൽകിയിട്ടില്ല, തിരികെ വരില്ലെന്നും പറഞ്ഞിട്ടില്ല. MSTക്ക് ആർത്തിയാണ് ഗൈസ്, അത്രമാത്രം ആർത്തിയാണ്. പക്ഷെ ആ ഒരു ആർത്തി ക്രിക്കറ്റിനോട് മാത്രമാണ്. ക്രിക്കറ്റിനോടുള്ള അഗാധമായ ഇഷ്ടവും സ്നേഹവും ഒന്നും അയാളിൽ നിന്ന് പെട്ടെന്ന് പിടിച്ചു മാറ്റാൻ ആരെക്കൊണ്ടും പറ്റൂല. എത്രമാത്രം ട്രോൾ ചെയ്യപ്പെട്ടാലും അയാളുടെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ MSTക്ക് വലം വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ഉണ്ടോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. അയാൾക്കായി കൈയടിക്കാൻ, ആർപ്പ് വിളിക്കാൻ, സ്നേഹത്തോടു കൂടി കാത്തിരിക്കാൻ ആയിരക്കണക്കിന് ആരാധകർ ഇന്നും പുറത്തുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗിൽ റിട്ടയർഡ് ആയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും ഇത്രമാത്രം ആരാധക ശക്തിയോടുകൂടി നിലനിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്കൊരൊറ്റ പേര് മാത്രമാണ്: MST തല. കഴിഞ്ഞ ദിവസം ആരാധകരെ കുറിച്ചിട്ട് ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റീലിന്റെ പോളിൽ 15,000-ത്തിലധികം ആളുകൾ ഇന്ന് മെയ് 26-ാം തീയതി ഉച്ചയ്ക്കുള്ളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ 15,000-ങ്ങളിലും ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച പേരും ഒന്നു മാത്രമാണ്: MST. ഇത് ഐറ്റം വേറെയാണ് ഗൈസ്. അയാൾ തീരുമാനിക്കും എന്ന് നിർത്തണമെന്നുള്ളത്. പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. MST പറഞ്ഞുകൊണ്ട് തന്നെ ഫോം ഔട്ടിന്റെ പേരിൽ അല്ലെങ്കിൽ മോശം പെർഫോമൻസിന്റെ പേരിൽ പടിയിറങ്ങാനാണെങ്കിൽ 22 വയസ്സുകാരനും പടിയിറങ്ങേണ്ടി വരും. പ്രായമല്ല പ്രകടനങ്ങളുടെ അളവുകോലുകൾ. 14-ാം വയസ്സുകാരനും ഈ ഒരു സീസണിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സോ MST തുടരണോ വേണ്ടായോ എന്നുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെത് മാത്രമായിരിക്കും. തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ടാവും. എന്നാലും അടുത്ത സീസണിൽ MST തുടരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഹേറ്റേഴ്സിനും സ്വാഗതം, പ്രിയപ്പെട്ട ആരാധകർക്ക് സ്വാഗതം. പറയും, MST കാണോ 2026 ചെന്നൈ തൂക്കുമോ ആ ഒരു കപ്പ്? അവസാന സ്ഥാനത്തിൽ നിന്ന് അടുത്ത വർഷം 1-ാം സ്ഥാനത്തിലേക്ക് കുതിക്കാൻ CSKക്ക് കം ബാക്ക് സൂപ്പർ കിങ്സിന് കഴിയുമോ? കമന്റ് ബോക്സ് പറയട്ടെ.